ഇന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ പ്രോൺസ് ബിരിയാണി. നമുക്ക് ഈ പ്രോൺസ് വൃത്തിയാക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ പ്രോൺസിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര്, ഇത്രയും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ മതിയാവും. അപ്പോഴേക്കും ചെമ്മീനിൽ നന്നായിട്ടത് പിടിച്ചിട്ടുണ്ടാവും. ഇത് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലൈറ്റായിട്ടൊരു മസാല ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വളരെ ലൈറ്റ് മസാല ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഫ്ലേവർ കൂട്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ടത് ആയി വരുന്ന നേരത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം നാരങ്ങ ഇടാൻ മറന്നു പോയായിരുന്നേ. ഓക്കെ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ. ഇനി അത് കുറച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. വെളിച്ചെണ്ണ എടുത്താലാണ് അതിനൊരു ടേസ്റ്റ് വരാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ മുക്കി പൊരിച്ചൊന്നും എടുക്കുന്നില്ല. നമ്മൾ കുറച്ചൊന്ന് എണ്ണ കട്ട് ചെയ്ത് ഓയിൽ മാക്സിമം കുറവാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സവാള എടുക്കാം. കൈയോടെ തന്നെ നമുക്കതിൻ്റെ മസാലയും പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി ഇതെല്ലാം പേസ്റ്റാക്കിയത്, പിന്നെ കുറച്ച് കേട്, ഇത്രയുമാണ് ആവശ്യം. അപ്പോൾ സവാള ഒരു 2-3 എടുത്തിട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിലും ഡൈസ് ചെയ്യുന്നതിലൊക്കെ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ ടേസ്റ്റ് മാറുന്നുണ്ടാവും. എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര തിൻ സ്ലൈസ് ആയിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത് തക്കാളി. എന്നിട്ട് കുറച്ച് മല്ലിയില. അതിന് മുമ്പ് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ലൈറ്റ് മസാല ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിതിന് വേണ്ടത് കുരുമുളകും ഗരം മസാലയും മാത്രമാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും മാത്രം മതി. വീട്ടിൽ പൊടിച്ച ഗരം മസാല കേട്ടോ ഇത്. അത്രയും മാത്രം മതി നമുക്കിതിന് വേണ്ടിയിട്ട്. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ എടുത്തിരിക്കുന്ന ചെമ്മീനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മസാല മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഇത് കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കണം. എന്നാലേ ബിരിയാണിയുടെ ആ ഒരു മസാല ആവുള്ളൂ. ഇനി ചെമ്മീനും കൂടി ഇട്ടൊന്ന് മസാലയൊക്കെ ചെമ്മീനിൽ പിടിച്ച് വന്നിട്ട് അത് കഴിഞ്ഞ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അരി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതായത് ചോറ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിന് 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ബിരിയാണിയിൽ ഇടാനായിട്ട് നമ്മൾ കശുവണ്ടിയും കിസ്മിസും സവാളയും ഒക്കെ വറുത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. പിന്നെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടിയിട്ടൊന്ന് വരട്ടിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ചൂടായി തിളച്ച് വരുമ്പോഴത്തേനും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഇത് ഒരു 10 മിനിറ്റ് 5-7 മിനിറ്റ് നമുക്ക് വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ദമ്മിടാൻ തുടങ്ങാം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരിയുടെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് അരി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ കശുവണ്ടിയും കിസ്മിസും പിന്നെ വറുത്ത സവാളയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചീരം വേണമെങ്കിൽ ഇടാം. എന്നിട്ട് അടുത്ത ലെയർ അരി ഇട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സ് നമുക്കിനി ഇത് അരിയും മസാലയും തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ചെറിയൊരു ചൂടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം മസാലയുടെ ഫ്ലേവറൊക്കെ അരിയിലും കൂടി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 2 പപ്പടവും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ബിരിയാണിയും പപ്പടവും നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡിയായി.
ദം ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ്. നെയ്യൊക്കെ ഞാൻ മാക്സിമം കുറച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് ഹെൽത്തി ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, നെയ്യും പിന്നെ ഓയിലൊക്കെ കുറച്ചിട്ട്. ഇത് നമ്മൾ ദം തുറക്കുമ്പോഴേക്കും നല്ല സ്മെല്ല് വരും. നെയ്യൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് ടേസ്റ്റിന് വ്യത്യാസം, ഫ്ലേവറിന് വ്യത്യാസം ഒന്നും വരുന്നില്ല. നല്ല ടേസ്റ്റും ആയിരുന്നു, നല്ല സ്മെല്ലും ആയിരുന്നു ഇത് തുറന്നപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് മെഷർമെൻറ്റ്സൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ഇട്ട് തരാം കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റുമാണ്. പ്രോൺസ് അല്ല, അത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ബാക്കി കുക്കിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. ഇനി ഞാൻ പോയി ബിരിയാണി കഴിക്കട്ടെ. നല്ല പപ്പടവും സാലഡും പ്രോൺസ് ബിരിയാണിയും അച്ചാറും കുട്ടി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.